രുചി കാരണം കരയണം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ വെച്ചാണ്. അമല ബീഫ് ഫ്രൈ കാശ് കൊടുത്തായിരുന്നു, പക്ഷേ എൻ്റെ ബീഫ് ഫ്രൈ ഇവളിൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ ബീഫ് ഓവർനൈറ്റിന് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, റെഡി? നല്ലതായിട്ട് വെക്കാൻ അറിയാമെങ്കിൽ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫ് എല്ലാം ഓൾറെഡി വാഷ്ഡ് ആൻഡ് വെരി ക്ലീൻ. പണ്ടത്തെ ബ്ലഡ് ആണല്ലോ, എത്ര കഴുകിയാലും ഈ ബ്ലഡ് പുള്ളി പോകത്തില്ല. എന്ത് ചെയ്യാനെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ ബ്ലഡ് ഇതിന്റെ ഒരു ഫ്ലേവറിങ്ങിന് അത്യാവശ്യമാണ്. ഞാൻ ഇടാൻ പോകുന്നത് 1.5 ആണ്. റെഡ് ചില്ലി, പിന്നെ കൊറിയാൻഡർ പൗഡർ നമ്മൾ ജസ്റ്റ് 1 tablespoon ഇടുന്നുള്ളൂ. ദിസ് ഇസ് കൊറിയാൻഡർ പൗഡർ, റൈറ്റ്? ഓക്കെ, വെരി ഗുഡ്. ജസ്റ്റ് മേക്കിംഗ് ഷുവർ യു ന്യൂ. പിന്നെ ടർമറിക് പൗഡർ ജസ്റ്റ് ഹാഫ്. നാളെ നീ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം പറഞ്ഞാൽ മതി. ഓക്കെ, ഗരം മസാല 1 tablespoon. ഓക്കെ, 1 tablespoon എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറെ കുക്ക് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് 1 tablespoon എത്രയാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, നമ്മൾ മസാല മേടിക്കുന്നത് ഇടാനല്ലേ, നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കാം. പിന്നെ 1 tablespoon സാൾട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ലെമൺ ഇങ്ങനെ ഇരിക്കി ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ പേടി പോലെ നമുക്ക് പകുതി ഇത്ര. So like I said, overnight നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. Are you ready for my beef? Yes. Very good. ഒരു white onion, 4 green chilies, cilantro and some curry leaves. കുറച്ച് കോക്കനട്ട്. ഇത് പൊട്ടി കഴിഞ്ഞിട്ട് ഒനിയൻ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒനിയൻ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് ബീഫ് ഇതിൻ്റെ അകത്ത് ഇട്ടു. എന്നിട്ടൊരു 6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനിയും ഗ്രീൻ ചില്ലീസ് ഒന്ന് ഇടാം. ഒരു 1/2 കപ്പ് വെള്ളം. ഇപ്പോൾ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 15 to 20 മിനിറ്റ്സ് മീഡിയം ഹീറ്റിൽ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഏകദേശം ഒരു 16 മിനിറ്റോളം സ്റ്റവിൻ്റെ മണ്ടയ്ക്ക് മീഡിയം ഹീറ്റിൽ വെച്ചായിരുന്നു. അപ്പം നമുക്ക് പ്രഷർ കളയണം. ഈ പ്രഷർ കളയാൻ ഇങ്ങനെ കളയുകയാണെങ്കിൽ കുറേ നേരം എടുക്കും. ഇപ്പോൾ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുക്കർ ഇങ്ങനെ വെച്ചിട്ട് തണുത്ത വെള്ളം മണ്ടയ്ക്ക് വിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ കണ്ട പ്രഷറൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. എന്തുമായിരിക്കും? ഓ, ലുക്കുണ്ട് ബ്രോ, ലുക്കുണ്ട്. എൻ്റെ മോന്താണ്. എങ്ങനെയുണ്ട് മണം? നല്ല മണമല്ലേ? ഓ, ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കറി ലീവ്സ് ഉണ്ട്. അമേരിക്കയിൽ കറി ലീവ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ മുറിച്ചൊരു സിലാൻഡ്രോയും കൂടെ ഇതിനകത്തോട്ടിടാം. മീഡിയം ഹീറ്റിൽ ലൈക്ക് ഐ സെഡ് ഒരു 15 മിനിറ്റ്സ് ഇരിക്കട്ടെ. ആ വെരി ലോ എക്സ്പെക്ടേഷൻ. നല്ല മണമല്ലായിരുന്നോ? ഓക്കെ, അറ്റ്ലീസ്റ്റ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റിൽ മണം വേണം. ഞാൻ ഈ ടേസ്റ്റ് കഴിച്ചിട്ടില്ല. ഡ്രൈ അത് കുറെ നേരം ഞാൻ ഇതാക്കിയ ഇങ്ങോട്ട് നീ കുക്ക് ചെയ്താ കേട്ടോ അവളെ. ഇപ്പൊ ടേസ്റ്റ് വ്യത്യാസം ഒന്നും പറയാം. ഇപ്പൊ ഡ്രൈനെസ് മാറി ചൂട് ബെറ്റർ അല്ലേ? ഞാൻ യോഗട്ടും വെള്ളം കുടിച്ചിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് മാറാൻ വേണ്ടിയായിരുന്നു. Better now, right? Okay. ഇപ്പൊ നിന്റെ അമ്മ വെക്കുന്ന പോലെ ടേസ്റ്റ്. Very good.